ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞങ്ങളൊരു സ്ഥലം വരെ പോകുക കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. എബി വന്നിട്ടുണ്ട്, അപ്പോൾ എബിയുടെ കൂടെയാണ് ഞങ്ങൾ പോകുന്നതൊക്കെ കേട്ടോ. ഇത് എവിടേക്കാണ് പോകണമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ SJ ട്രാവൽസിൽ തൃശ്ശൂരിൽ നിന്ന് ഒരു സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാനാണ് ഈ ഞായറാഴ്ച ഞങ്ങൾ എഴുന്നേറ്റ് കുത്തിപ്പൊക്കി പോകുന്നത്. സാധനത്തിൻ്റെ കാരണക്കാരൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന പുള്ളിക്കാരനാണ്. ഐസ്ക്രീമൊക്കെ തന്ന് ആകെ മുഖത്തും മേത്തൊക്കെ ആക്കി വെച്ച കേട്ടോ. എബി വന്നോടുകൂടി ഇവന് ഇപ്പോൾ കുറുമ്പ് കൂടിയ മൊത്തം അലമ്പൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അപ്പുറത്തെ വീട്ടിൽ ഇവൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് കൊടുക്കാൻ പോയപ്പോൾ ആ കൊച്ചിൻ്റെ ഒരു വണ്ടി കണ്ടു. അന്ന് തൊട്ട് തുടങ്ങിയത് എന്നും ആ സമയമാകുമ്പോൾ അവിടെ പോവുക, ആ വണ്ടിയിലിരുന്ന് കളിക്കുക. അങ്ങനെ ലാസ്റ്റ് അവിടെ നിന്ന് വരാണ്ടായപ്പോൾ ഞങ്ങൾ ആ വണ്ടി ഇവിടെ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ ഞങ്ങൾ ഒരു 5 കടയിൽ അന്വേഷിച്ച് നടന്നിട്ടും കിട്ടിയില്ല. ലാസ്റ്റ് ഞങ്ങൾ എന്ത് ചെയ്തു, തൃശ്ശൂരിൽ നിന്ന് അവിടെ നിന്ന് അച്ഛനെ വിളിച്ച് പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് മേടിച്ച് ഈ SJക്ക് കൊടുത്തയച്ചു. അപ്പോൾ ചേട്ടന്മാർ ഇവിടെ കിഴൂരാന്ന് തോന്നുന്നു അവരെ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ ഞങ്ങൾ പോയി മേടിക്കുകയാണ്. സാധാരണ ഞങ്ങൾക്ക് അവിടെ നിന്ന് എന്തെങ്കിലും അയക്കുകയാണെങ്കിൽ SJക്ക് അയക്കും, അപ്പോൾ അല്ലെങ്കിൽ UFIക്കാണ് അയക്കാറ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ മേടിക്കാറ്. ഇതാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് കിട്ടും. കൊറിയർ അയക്കുകയാണെങ്കിൽ 2-3 ദിവസം കൊണ്ട് കിട്ടല്ലോ. അപ്പോൾ ഇതാണ് സാധനം. ഈ ഒരു കാറിന് വേണ്ടി ഇവിടെ ഒച്ചപ്പാടും ബഹളവും കരച്ചിലും ഒക്കെ ആയിരുന്നു. ലാസ്റ്റ് അങ്ങനെ ഞങ്ങൾ മേടിച്ചു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഇത് ഇവൻ്റെ പാപ്പി കൂടി അപ്രൂവലിട്ടു മേടിച്ച് കൊടുത്തോളാൻ പറഞ്ഞിട്ട്. പാപ്പിയാണ് ആദ്യം ഇവൻ്റെ എല്ലാ വാശിക്കും കൂട്ടും നിൽക്കുന്നത്. ലാസ്റ്റ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോയി ഇത് മേടിച്ച് കൊടുക്കാമെന്നൊക്കെ തീരുമാനിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് ആൾ കണ്ടത്. ഇത് ആൾക്ക് വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ വണ്ടി ആൾക്ക് സ്വന്തമായി കിട്ടിയോലോ എന്നൊക്കെ വെച്ചിട്ട്. ഇതിനേക്കാൾ വലിയ വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്, അതവന് വേണ്ട. ഇത് ആളുടെ കയ്യിൽ ഒതുങ്ങിയ ആൾക്ക് കൊണ്ട് നടക്കാനും ഇതിനൊക്കെ പറ്റുന്നുണ്ട്. അത് കാരണമാണ് ആൾക്ക് ഈ വണ്ടിയോട് ഇത്ര ഇഷ്ടം. ഇവനനുസരിച്ച് ഇവന് തള്ളിക്കൊണ്ട് നടക്കാൻ ഇതിനൊക്കെ പറ്റുന്നുണ്ടല്ലോ. അതിന് ഭയങ്കര ഇഷ്ടം ഇതൊക്കെയാണ്. അപ്പോൾ ഞാനാണെങ്കിൽ കണ്ട ക്ഷാമത്തിൽ നിറഞ്ഞ് നിൽക്കായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കണ്ടിട്ടെടുക്കണ്ടേന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് വീഡിയോ വെക്കാമെന്നൊക്കെ വെച്ച്. ആൾക്കാണെങ്കിൽ ഇത് സന്തോഷം കൊണ്ട് ആൾക്ക് വിശ്വസിക്കാൻ പറ്റാണ്ട് എൻ്റെ അടുത്തേക്ക് ഓടി വരാണ്. ഇത് അയാളുടെ വണ്ടി തന്നെയാണോ, ഏതാ വണ്ടി തന്നെയാണോ എന്നൊക്കെ നോക്കിക്കൊണ്ട് മൊത്തത്തിൽ ആൾ ചുറ്റി പഴുതിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുക. എബി വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് കോളാണ് മൊത്തത്തിൽ. എന്ത് പറഞ്ഞാലും വാങ്ങിക്കൊടുത്തോളും. എല്ലാത്തിനും ലാളിച്ച് വഷളാക്കി. ഇപ്പോൾ ഒരു രീതിയിലും പറഞ്ഞാലും കേൾക്കില്ല, ഉറക്കവും ഇല്ല, ഒന്നുമില്ല പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കണ്ണാടിയൊക്കെ എബി ഫിറ്റ് ചെയ്ത് നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കണ്ണാടിയൊക്കെ ഊരിക്കൊണ്ട് പോയി. അതൊന്നും വീഡിയോയിലില്ല എന്നുള്ളത്. എബി എന്ത് ചെയ്യണത് നോക്കി നിന്നിട്ട് അതുപോലെ ചെയ്യലാ പണി. ആ വലിയ വണ്ടിയുടെ ഇപ്പോൾ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വണ്ടിയുടെ അടി കിടന്നിട്ട് ആ വണ്ടിയുടെ അടി കിടന്ന് ഇങ്ങനെ പണിത് അത് ശരിയാക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആൾക്കിത് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നതിന് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. മൈക്കിൾ ബേബിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. 2 ദിവസം വരെ ഉണ്ടായല്ലോ സന്തോഷം. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ വണ്ടി ഉണ്ടല്ലോ തൊട്ടുപോലും നോക്കാറില്ല കേട്ടോ. ഇത് വെറുതെ മേടിച്ചു എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ കുഞ്ഞ് വീഡിയോ ആണ്, ഞാൻ പെട്ടെന്ന് രാവിലെ ഇങ്ങനെ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരോടും കൂടി ബൈ.